കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ മഹോജ്വലമായ യാത്ര അഭൂതപൂർവമായ ജനമുന്നേറ്റത്തിൻ്റെ ഹൃദയധ്വനി കേട്ട് ആവേശഭരിതമായി നിൽക്കും. ഇന്ത്യയിൽ ഒരിടത്തും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദവും ചേർന്ന് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കുകയോ ജനങ്ങളെ കാണാനും കേൾക്കാനും ജനങ്ങളോട് പറയാനുമുള്ള ഒരവസരം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അത് കേരളത്തിൽ സംഭവിച്ചു. എല്ലാ കാര്യങ്ങളിലും ചരിത്രപരമായി ദൗത്യം നിർവഹിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് അതിൻ്റെ അധിനായകനമായ ആധിപത്യം പുലർത്തുന്ന നീതിപരമായ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാം ആ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ, വികസന പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതുപോലെ തന്നെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഏത് കാര്യങ്ങളിലും വാഗ്ദാനങ്ങൾ നിറവേറ്റുക. ഒന്നാം പിണറായി സർക്കാർ രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണങ്ങളൊന്ന് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്ന ചരിത്രം സൃഷ്ടിച്ചതുകൊണ്ടാണ്. പ്രകടന പത്രിക അലമാരിയിൽ സൂക്ഷിക്കേണ്ടതല്ല, നേരെ മറിച്ച് അത് പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്ന് തെളിയിച്ചുള്ളതാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്. അതുകൊണ്ടാണ് വാഗ്ദാനങ്ങൾ നിറവേറ്റും പിണറായി സർക്കാർ. അനുഭവത്തിലൂടെ ബോധ്യമായതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ ശ്രീ പിണറായി വിജയൻ സർക്കാർ സാധിച്ചത്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സമാരംഭമായി. ഒരു ഘട്ടത്തിൽ ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റൊരു മുന്നണി, അത് കഴിഞ്ഞാൽ വേറെ. ഇതായിരുന്നു കേരളത്തിൻ്റെ പാരമ്പര്യം കാണാൻ കഴിഞ്ഞത്. അത് മാറി എന്നതാണ് അതിൻ്റെ യഥാർത്ഥമായ വസ്തുത. ആ നിലയിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളതും നടത്താൻ തീരുമാനിച്ചതുമായ കർമ്മപദ്ധതികൾ അതെല്ലാം തന്നെ സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ മഹിതോജ്വലമായ ജൈത്രയാത്ര നടത്തുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുമൊക്കെ തന്നെ ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരുകയാണ്. ജനഹൃദയങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി കേരള ജനതയുടെ അഭിമാനമായ ഏറ്റവും ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഈ വേദിയിലേക്ക് എത്തുകയാണ്. തൃപ്പൂണിത്തുറയുടെ ജനസഹസ്രങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ, ജനങ്ങളോട് സംവദിക്കുവാൻ എത്തിയ നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ മുഖ്യമന്ത്രിക്ക് തൃപ്പൂണിത്തുറയുടെ സ്നേഹപൂർണമായ സ്വാഗതം. നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന കേരളത്തിൻ്റെ ശക്തി ചൈതന്യമായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ് ഞാനും നിങ്ങൾക്കെല്ലാം വേണ്ടി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ മഹാസംഗമത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം കാര്യങ്ങളെല്ലാം വിശദീകരിക്കും വന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഒരു പരിപാടിയിൽ കൂടി നമുക്കെല്ലാം പങ്കെടുക്കാനുമുണ്ട്.
നമ്മുടെ കേരളം ഞാൻ പറഞ്ഞതുപോലെ വാഗ്ദാനങ്ങൾ നിറവേറ്റി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ പ്രത്യക്ഷരം പ്രതിപാദിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇത് ബോധ്യപ്പെട്ടിരിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. എന്നാൽ ഈ സർക്കാരിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്താണ്? കോവിഡ് മഹാമാരിയും വെള്ളപ്പൊക്കമൊക്കെ നിഷ്പ്രയാസം നേരിട്ട കരുത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി. പക്ഷേ കോവിഡിനേക്കാളേറെ വെള്ളപ്പൊക്കത്തെക്കാളേറെ ഭീഷണി മുഴക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അനുദിനം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വെല്ലുവിളികൾ വാസ്തവത്തിൽ ആപൽക്കരമാണ്. ഈ കൊച്ചു സംസ്ഥാനത്ത് നൽകേണ്ട സഹായങ്ങൾ നൽകുകയില്ല. അവകാശപ്പെട്ടത് ഔദാര്യമല്ല. ആ ഔദാര്യമല്ലാത്ത അവകാശപ്പെട്ട കാര്യങ്ങൾ നൽകുന്നതിൽ ഏറ്റവും നിർബന്ധങ്ങളും സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കടമെടുക്കാൻ പോലും അനുവദിക്കുന്നില്ല. നമ്മെ സഹായിക്കുകയില്ല എന്ന് മാത്രമല്ല, എന്നാൽ കടമെടുക്കാൻ അനുവദിക്കാനെങ്കിൽ മനുഷ്യത്വം ഒന്നും കാണിച്ചില്ല. ഏതെല്ലാം നിലയിൽ പ്രതികൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. അതാണ് വെള്ളപ്പൊക്ക ഒരു ഉദാഹരണം പറയാം. വെള്ളപ്പൊക്ക കെടുതിയുടെ കാലത്ത് പാവപ്പെട്ടവർക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ റേഷൻ അരി നൽകണമെന്ന് അത് അനുവദിക്കണമെന്ന് പറഞ്ഞു വാങ്ങി. ഈ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അന്ന് നൽകിയ ആ റേഷനരിയുടെ കാശ് തിരിച്ചു നൽകണമെന്ന് പറയാൻ കേന്ദ്ര സാധ്യമായത്. ജനങ്ങളോടോ രാജ്യത്തോട് ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരിന് അങ്ങനെ പറയാൻ കഴിയും. അതാണ് സമീപനം. കാരണം ആ സമീപനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു അത്ഭുതമേ ഇല്ല. കാരണം ഇന്ത്യയിൽ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള ശക്തമായ വെല്ലുവിളി ഒരു ബദ സംവിധാനം കേരളമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതിൻ്റെ അധിനായകനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമാണെന്ന് അവർക്ക് മാത്രമേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏത് കാര്യങ്ങളിലാണ്? നിരവധി കാര്യങ്ങളുണ്ട് പറയാൻ. സമയക്കുറവുകൊണ്ട് ഞാനതിൻ്റെ വിശദത്തിൽ കടന്നു പോവുകയല്ല. ഒരു വർഷക്കാലം നീണ്ടുന്ന കർഷക സമരം ലോക ചരിത്രത്തിൽ ആദ്യത്തേതായിരുന്നു. ആ കർഷക സമരത്തിൻ്റെ ആധാരമായ വിഷയങ്ങൾ എല്ലാവർക്കും അറിയും. കേരളത്തിലെ ജനങ്ങൾ ആ സമരത്തിന് അനുകൂലമായി നിലകൊണ്ടു. എന്നാൽ ആ കർഷക സമരത്തിന് ആധാരമായ നിയമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയത് എൻ്റെ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയില്ല എന്ന് പറയാൻ ആത്മധൈര്യവും നട്ടലും കാണിച്ച ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അത് ഓരോരോ കാര്യങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമം എത്ര ഉത്കണ്ഠ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്. ആ കാര്യത്തിലും പറഞ്ഞു ഈ നിയമവും എൻ്റെ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയില്ല. അത് പറയാനുള്ള ആർജവം, ആത്മധൈര്യം കാണിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതുകൊണ്ട് നിലവിലുള്ള ഓരോ വിഷയങ്ങളിലും പ്രതികരിക്കാൻ പ്രതിധ്വനിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം, അത് നേതൃത്വം നൽകുന്ന കരുത്തനായൊരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെയും കേരളത്തെയും ഭയപ്പെടുന്നു രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളിലും പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത്. ഏത് കാര്യങ്ങളിലും അവസാനമായി കേരളത്തിൻ്റെ കാര്യം, എല്ലാ കാര്യങ്ങളിലും എങ്ങനെയാണോ പ്രയാസമുണ്ടാക്കേണ്ടത്, എങ്ങനെയാണോ പ്രതിബന്ധമുണ്ടാക്കേണ്ടത്, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന കാര്യങ്ങൾ എങ്ങനെ, അതാണ് ഒരു പ്രധാനപ്പെട്ട ചിന്ത. അതുകൊണ്ട് തന്നെ കേരളം ഭൂമിശാസ്ത്രപരമായി ചെറുതാണെങ്കിലും ഇന്ത്യൻ ഭരണ രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൻ്റെ ശക്തി ചൈതന്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ എല്ലാ വെല്ലുവിളികളും ഓരോ ഘട്ടങ്ങളിലും ഉയർന്നു വരുന്നത്. അതിനെ അതിജീവിക്കാൻ സാധിക്കും ഈ ജനകീയ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ. കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഈ ജില്ലയിലെ ആദ്യത്തെ പരിപാടിയാണ്. ഒരു പരിപാടി കൂടിയുണ്ട്. അത് സമാപിക്കുമ്പോൾ കേരളത്തിൻ്റെ അഭൂതപൂർവമായ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. എന്തെല്ലാം കാര്യങ്ങളോട് ചെയ്യാൻ ഇവിടെ സുഹൃത്തുക്കൾ പറഞ്ഞു, ജോൺ ഫെർണാണ്ടസ് ഉൾപ്പെടെ, സ്വരാജ് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. തൃപ്പൂണിത്തുറയാണെങ്കിൽ ഒരു ചരിത്ര ഭൂമികയാണ്. രാജകീയ സിംഹാസനത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം കൂടിയാണ്. ചരിത്ര മ്യൂസിയമുണ്ട്, ഓർക്കാനും ഓമനിക്കാനും കഴിയുന്ന. അങ്ങനെ ഒരു ചരിത്ര ഭൂമികയായി നിൽക്കുന്ന തൃപ്പൂണിത്തുറയിൽ കാർഷിക എല്ലാ രംഗത്തും ഒരു പുതിയ മുന്നേറ്റമുണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് സാധിക്കും. അത് കേൾക്കാൻ ജനങ്ങൾ തയ്യാറാകും. ഈ ജനസംഖ്യ തന്നെ അതിനുള്ള സാക്ഷ്യമാണ്. കേട്ടുകഴിഞ്ഞാൽ അത് സ്വീകരിച്ചുകൊണ്ട്
രംഗത്തിറങ്ങാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് വിളംബരം ചെയ്യുന്ന ഈ മഹാസംഗമീയത തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ ജൈത്രയാത്ര, കാസർഗോഡ് നിന്നും ആരംഭിച്ചിട്ടുള്ള ജൈത്രയാത്ര, അതിന് നൽകുന്ന ആവേശനിർഭരമായ ഹൃദയഭരിതമായിട്ടുള്ള പിന്തുണ, അതും പലരെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അസ്വസ്ഥരാക്കാതിരിക്കുമ്പോൾ പറഞ്ഞു രാജമിനിസ്റ്റർ, പ്രതിഷേധങ്ങളും എല്ലാം ഇത്രയും ജനക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എതിർക്കുന്നവർക്ക് സഹിക്കാൻ കഴിയുമോ? ആരൊക്കെയാണ് ഇവിടെ എത്തിച്ചേരുന്നത്? സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ദുഃഖിക്കുന്നവരും വീടില്ലാത്തവരും എല്ലാ കാര്യങ്ങളുമുണ്ട്. ഇവിടെ ഈ പരിപാടികൾ യാത്ര ആരംഭിച്ച ശേഷം 10 ദിവസത്തിനകം അതിന് വ്യക്തമായ നടപടികൾ സ്വീകരിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ്. ഉദ്യോഗസ്ഥർ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അതിനെ കൂടുതൽ ദിവസം എടുത്ത് നിയമപരമായും പ്രായോഗികമായും ആലോചിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്കനുഭവമുണ്ട്. കണ്ണൂരിൽ എൻ്റെ MLA ഓഫീസിൽ വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി, ഇതാണ് നമ്മുടെ ഗവൺമെൻറ്. വാഗ്ദാനങ്ങളല്ല, ആ വാഗ്ദാനം നടപ്പിലാക്കുക. അതുകൊണ്ടാണ് ഈ പിന്തുണയും സഹായങ്ങളും. അങ്ങനെ കേരളത്തിൻ്റെ ഒരു നവോത്ഥാനം, അത് എല്ലാ രംഗത്തും, സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള ഇന്ത്യയുടെ ശ്രദ്ധ ക്ഷണിക്കാവുന്ന നിലയിൽ ചരിത്രപരമായ ഒരു മഹാദൗത്യം നിർവഹിക്കാനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള ഈ മഹിതോജ്വലമായ ജൈത്രയാത്ര, ഒരു തീർത്ഥാടനത്തിൻ്റെ ആത്മബോധമുണ്ട് ഈ യാത്രയ്ക്ക്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ നൽകിയിട്ടുള്ള നിർലോഭമായ സഹായ സഹകരണങ്ങൾക്ക് ഞങ്ങളെല്ലാം നന്ദി പറയുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മഹിതോജ്വലമായ യാത്ര ഇന്ന് സമാപിക്കുമ്പോൾ കേരളത്തിൻ്റെ ഭരണരാഷ്ട്രീയ ചരിത്രത്തിലെ അത് ഏറ്റവും പുതിയ ഒരു ചരിത്രത്തിൻ്റെ ആഖ്യാനമായിരിക്കും, അതിൻ്റെ വിളംബരമായിരിക്കും, അത് പ്രതിധ്വനിയായിരിക്കും. അത് തീർച്ചയായും കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു മഹാശ്രമത്തിൻ്റെ സമാരംഭമാണ്. അതിൽ പങ്കെടുത്തുകൊണ്ട് പടയാളികളെപ്പോലെ നമുക്ക് വിജയപഥങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും. അതിന് നേതൃപരമായ എല്ലാ നേതൃത്വവും ശക്തിയും പകർന്നു തരാൻ നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രിയും കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വിളംബരം ചെയ്തുകൊണ്ട് ഉള്ള ഈ യാത്രയ്ക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹപൂർണ്ണമായ സ്വീകരണത്തിനും മറ്റ് ആലങ്കാരികമായി നിങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ള പരിപാടികൾക്കെല്ലാം തന്നെ അതിൽപ്പെട്ട ഒരു പ്രതീക്ഷ നിലക്ക് ഞാനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഐശ്വര്യപൂർണ്ണമായ സമൃദ്ധമായ ആരോഗ്യപൂർണ്ണമായ ഒരു പുതുവത്സരം കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നമസ്കാരം.